വിശുദ്ധ രക്തം. ഇനിയുള്ള കുറേ ദിവസങ്ങളിലേക്ക് കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചും മഹാശക്തിയെക്കുറിച്ചും പറയാനാണ് പരിശുദ്ധാത്മാവ് എന്നോട് ആഹ്വാനം ചെയ്യുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളാണ് കടന്നു വരുന്നത്. ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയിലും ഭവനങ്ങളിലും വ്യത്യാസം വരുത്തുവാൻ കഴിവുള്ള വചനമാണ് ഇത്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഇത് കേൾക്കാൻ ദൈവം നമ്മളെ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാണ്. ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അത് ദ മാച്ച്ലെസ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതിന് അതുല്യമായ അല്ലെങ്കിൽ തുല്യമില്ലാത്ത വിശുദ്ധ രക്തം. ഈ രക്തത്തെക്കുറിച്ച് ആരും ധൈര്യപ്പെട്ട് പറയൂല. കാരണം ഇത് പറയണമെങ്കിൽ നമ്മളിൽ വിശുദ്ധി വരണം. ബിക്കോസ് ഗോഡ് ഈസ് എ ഹോളി ഗോഡ്. ദ വേർഡ് ഹോളി 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 എന്ന് വിളിച്ച് പറയുമ്പോൾ നമ്മൾ വിശുദ്ധരല്ല എങ്കിൽ ഈ രക്തമെടുത്ത് പറയുവാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു ഉന്നത പദവിയിൽ നമ്മൾ കാണുന്നത് കൊണ്ട് കർത്താവ് നമുക്കൊരു തൻ്റെ വചനത്തെക്കുറിച്ചും തൻ്റെ രക്തത്തെക്കുറിച്ചും പറയാൻ അവകാശം തരുന്നത് കൊണ്ടാണ് നമുക്കിത് പറയാൻ ദൈവം അനുവദിക്കുന്നത്. ഈ കർത്താവിൻ്റെ രക്തം എന്നുള്ളത്, ഈ സത്യം മനുഷ്യ മക്കളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ്റെ രക്തം നമുക്ക് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. എന്നാൽ ഈ രക്തം എന്നുള്ള വാക്ക്, കർത്താവിൻ്റെ രക്തമെന്നുള്ള വാക്ക് ദുഷ്ടപിശാചിന് ഉപയോഗിക്കാൻ അവകാശമില്ല. അത് നമ്മൾ ദ ലേക്ക്വുഡ് എന്ന് പറഞ്ഞുള്ളൂ ദ വേംവുഡ് എന്ന് പറഞ്ഞ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് C.S. ലൂയിസ് എഴുതിയിട്ടുണ്ട്. പിശാചുക്കളെ ദൈവത്തിൻ്റെ പുത്രൻ്റെ രക്തം കാണുമ്പോൾ അവർക്ക് ഭയമാണ്, അവർക്ക് അതിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ശക്തിയില്ല. ദെൻ അവർ ഒരു കാര്യം പറയത്തുള്ളൂ, ചുമന്ന സാധനം. കർത്താവിൻ്റെ രക്തമെന്ന് അവർക്ക് പറയാൻ അവകാശമില്ല. ദേ കനോട്ട് സേ ഇറ്റ്. എന്നാൽ നമുക്ക് തൻ്റെ മക്കളായി തിരഞ്ഞെടുത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട നമുക്ക് കർത്താവിൻ്റെ രക്തം ഫ്രീ ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ അധികാരം തന്നിരിക്കുകയാണ്. ലേവ്യ പുസ്തകം 17:14, 17:11 തൊട്ടുള്ള വാക്യങ്ങളിലാണ് ഈ വിശുദ്ധ രക്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ലേവ്യ പുസ്തകം 17:14 ഇങ്ങനെയാണ് വായിക്കുന്നത്: സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവധാരമായ രക്തം തന്നെ. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ. എന്താണ്? ജീവൻ്റെ ആധാരം ഏൽപ്പിച്ചു തരികയാണ്. കർത്താവിൻ്റെ ജീവൻ്റെ ആധാരം ഒഴുകുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടിയാണെന്ന് ഓർക്കണം. അപ്പോൾ രക്തം നമുക്ക് ആധാരമാണ് തരുന്നത് എങ്കിൽ എനിക്ക് എൻ്റെ ഭവനത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ വീടുകളുടെ ആധാരം കയ്യിലുണ്ട്. ഈ ആധാരം ഉണ്ടെങ്കിലാണ് നമുക്കറിയാം നമ്മളിതിൻ്റെ അവകാശിയാണ്. നമുക്കൊരു കടം വീട് വേറൊരാൾക്ക് സഹായിക്കാൻ, മക്കളുടെ പഠിത്തത്തിനെയൊക്കെ പൈസ വേണ്ടി ഇപ്പം നമ്മൾ ഈ ആധാരം കൊണ്ട് ബാങ്കിൽ വെക്കുമ്പോഴാണ് അവർ കാശ് തരുന്നത്. ഈ ആധാരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വി ക്യാനോട്ട് ടേക്ക് മണി. അതുപോലെ ഒരു ആധാരം, ജീവൻ്റെ ആധാരമാണ് കർത്താവിൻ്റെ രക്തം നമ്മുടെ കയ്യിലോട്ട്. അപ്പം ഓരോ വ്യക്തിയുടെയും കയ്യിലേക്ക് ഈ ആധാരത്തിൻ്റെ ചുരുൾ ദൈവം തരികയാണ്. അത് വാങ്ങിച്ചിട്ട് നമ്മൾ വളരെ തീക്ഷ്ണമായിട്ടത് സൂക്ഷിച്ചു വെക്കണം. അത് എന്നും എടുത്ത് വായിക്കണം, അത് ഉപയോഗിക്കാൻ പഠിക്കണം. ഈ ആധാരം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല എങ്കിൽ നമ്മളിതിൻ്റെ ഉടമസ്ഥനാണെന്ന് പോലും അറിയുന്നില്ല. നമ്മുടെ വീട്ടിൽ ഒരാളെങ്കിലും ആ അധികാരം അറിഞ്ഞിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ ഇപ്പം നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഭർത്താക്കന്മാരായിരിക്കും അതാരെപ്പോഴും സൂക്ഷിക്കുന്നത്, അത് വായിക്കും. ചില ഭവനങ്ങളിൽ അമ്മമാരാണ്. പക്ഷെ അവർക്കറിയാം ഈ വസ്തുവിൻ്റെ ഉടമസ്ഥത എനിക്കുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് ദൈവം പറയുന്നു, ലേവ്യ പുസ്തകം 17:14 പറയുന്നത്: സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ. ജീവൻ്റെ ആധാരമാകുന്ന രക്തമാണ് സകലർക്കും ജീവൻ തരുന്നത്. അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നമ്മുടെ ജീവൻ രക്തം ചൊരിഞ്ഞ് രക്തം നമ്മുടെ ശരീരത്തിൽ പോകുമ്പോൾ ജീവൻ അങ്ങ് പോവുകയാണ്. എന്നാൽ ഈ ജീവൻ ഈ രക്തത്തിൽ കൂടെ ഓടുന്നു എന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല. ഈ രക്തം വിലയുള്ളതാണ്. നമ്മുടെ രക്തം വിലയുള്ളതാണ് എങ്കിൽ എത്രമാത്രം വില കൂടിയതാണ്
സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം. ഒന്നും കൂടെ വായിക്കുന്നു. സകല ജഡത്തിൻ്റെ ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ, അതുകൊണ്ടത്രേ ഞാൻ ഇസ്രായേൽ മക്കളോട് യാതൊരു ജഡത്തിൻ്റെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് കൽപ്പിച്ചിരിക്കും. ഒരു കൽപ്പനയാണ്. യു ക്യാൻ നോട്ട് eat the blood of animals or human beings. People can do such things also. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ രക്തമല്ലോ, അത് ഭക്ഷിക്കുന്നവയെല്ലാം ഛേദിച്ച് കളയണം. എന്തെങ്കിലും തരത്തിൽ ദൈവം നിയമം, അതായത് കൽപ്പന അയച്ചിരിക്കുന്നത് എൻ്റെ രക്തത്തിൻ്റെ അംശമാണ് മനുഷ്യൻ്റെ രക്തത്തിൽ കൂടെ ഒഴുകുന്നതെങ്കിൽ അത് ഭക്ഷിക്കുവാൻ നിനക്ക് അവകാശമില്ല, അത് ഭക്ഷിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ തന്നെയാണ് പറയുന്നത്. എന്നാൽ ലേവ്യ പുസ്തകം 17:11 തൊട്ടുള്ളൊരു വാക്യത്തിൽ നമുക്ക് വായിക്കാം. അതിനകത്ത് ഇങ്ങനെ, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആകുന്നു. അതുകൊണ്ടത്രേ നിങ്ങളിൽ യാതൊരുത്തനും രക്തം ഭക്ഷിക്കരുത്. നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും രക്തം ഭക്ഷിക്കരുത് എന്ന് ഞാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കുന്നു. മാംസത്തിൻ്റെ ജീവൻ അതിൻ്റെ രക്തത്തിലാണ്. അപ്പോൾ ഏതൊരു മൃഗത്തിൻ്റെയും മനുഷ്യൻ്റെയും ജീവൻ ഇരിക്കുന്നത് അവൻ്റെ രക്തത്തിലാണ് എങ്കിൽ ഈ രക്തം വിലപിടിപ്പ്. ഈ രക്തം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പർപ്പസ് ഉണ്ട്. ദൈവത്തിന് മുമ്പിൽ യാഗമായിട്ട് കൽപ്പിക്കാൻ, യാഗമായിട്ട് ഒഴുക്കി തരാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് രക്തം. അതാണ് അടുത്ത വാക്യത്തിനകത്ത് അങ്ങനെ തന്നെയാണ് വായിച്ചിരിക്കുന്നത്. യാഗപീഠത്തിൻ്റെ മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പം നമുക്ക് വേണ്ടി പാപപരിഹാരത്തിന് വേണ്ടി ഈ രക്തമൊഴിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ആദ്യം എപ്പോഴാണ് ഈ രക്തം ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ, ഏദൻ തോട്ടത്തിലാണ് ആദ്യമായിട്ട് രക്തം ഉപയോഗിക്കുന്നത്. ദൈവം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി 1-2 ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയാണ്. 6-ാം ദിവസം ദൈവം പൊടിയിൽ നിന്ന്, അല്ലെ മണ്ണിൽ നിന്ന്, പൂഴിയിൽ നിന്ന് മനുഷ്യനെ തൻ്റെ രൂപത്തിലുണ്ടാക്കി. ഒരു വലിയ മനുഷ്യൻ ആദം ഏദൻ തോട്ടത്തിൽ കിടക്കുകയാണ്. ഈ ഏദൻ തോട്ടത്തിൽ കിടക്കുന്ന ഈ ആദത്തിന് ജീവനില്ല. പക്ഷെ ദൈവം തൻ്റെ ശ്വാസമൂതിയപ്പോൾ, നമ്മൾ ബലൂൺ വീർപ്പിക്കുന്നത് പോലെ തൻ്റെ ശ്വാസമൂതിയപ്പോൾ ആദത്തിൻ്റെ ലങ്സിലേക്ക് ദൈവത്തിൻ്റെ ശ്വാസം ഊതിയപ്പോൾ ആദത്തിന് ജീവൻ വയ്ക്കുകയാണ് ചെയ്തത്. ആദത്തിൽ നിന്നാണ്, ആദത്തിൻ്റെ വാരിയലിൽ നിന്നാണ് ഹവ്വ, അല്ലെങ്കിൽ ആദത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഹവ്വ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ ആദം എന്ന് വിളിക്കുമ്പോൾ ആദവും ഹവ്വായും ഉണ്ട്, ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ദൈവം ഒരിക്കലും ഡിവോഴ്സ് ആഗ്രഹിക്കുന്നില്ല. ആദമെന്ന് വിളിക്കുമ്പോൾ ആദത്തിന് ഉള്ളിൽ ദൈവത്തിൻ്റെ മനസ്സുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നത് ഹവ്വായും കൂടെയാണ്. ഇവർ രണ്ടുപേരും കൂടെ ചേരുന്നതാണ് ഒന്നായിട്ടാണ് ദൈവം കാണുന്നത്. അപ്പം ദൈവം ആദത്തിനെ ഹവ്വായും സൃഷ്ടിച്ചിട്ട് ഏദൻ തോട്ടത്തിൽ ജീവിക്കുവാനും ഇവിടെ എല്ലാ അധികാരമെടുത്ത്, അതായത് തോട്ടം നോക്കാനും കായികനികൾ ഭക്ഷിക്കാനും ഇതിൻ്റെ അധികാരങ്ങൾ ഏറ്റെടുക്കാനുമാണ് ഇവരെ ഏൽപ്പിച്ചത്. പക്ഷെ അവരെന്ത് ചെയ്തു? കുറേ കഴിഞ്ഞപ്പോൾ പിശാച് അവിടെ ചെന്ന് അവൻ പലതരത്തിൽ പല രൂപത്തിൽ പറഞ്ഞു കേൾപ്പിച്ചു, നിനക്ക് ദൈവത്തെ പോലെ ആകണമെന്ന്. ദൈവത്തെ പോലെ അല്ലേ സൃഷ്ടിച്ചത്? കാരണം ആദത്തിൻ്റെ ഹവ്വയുടെ അപ്പൻ ആരാ? ദൈവം തമ്പുരാൻ. അവരത് മറന്നു. എൻ്റെ അപ്പൻ ആരെന്ന് ഞാൻ അറിയുന്നില്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി മാറുകയാണ്. അതായത് റൂട്ട് നമ്മൾ അറിയണം, എവിടെയാണ് എൻ്റെ വേര്. ഹവ്വായ്ക്ക് തെറ്റുപറ്റി, ഹവ്വ അബദ്ധം കാണിക്കുന്നു. ഹവ്വ നന്മ തിന്മയുടെ ഫലം, അത് 2 വൃക്ഷമുണ്ട്, ജീവവൃക്ഷം, നന്മതിന്മയുടെ വൃക്ഷം. നന്മതിന്മയുടെ ഫലം കഴിക്കുകയും ഹവ്വ തെറ്റ് ചെയ്യും, ഹവ്വ ആദത്തിന് കൊടുക്കുന്നു. 2 പേരും കഴിച്ചു. ദൈവം അവരോട് പറഞ്ഞു, ഈ നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുമ്പോൾ നീ മരിക്കും. അന്ന് അവർ മരിച്ചു. എന്താണ് മരിച്ചത്? ജഡമല്ല മരിച്ചത്, ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നത് മരിക്കുന്നതോടുകൂടി അവർക്ക് നഗ്നരെന്ന് ബോധം വന്നു. അപ്പം ദൈവം എല്ലാ ദിവസവും വൈകിട്ട് ആദത്തിനോട് സംസാരിക്കാൻ വരുമ്പം, ആദം എന്ന് വിളിക്കുമ്പം ആദം സ്വന്തം മകൻ എന്നുള്ള രൂപത്തിൽ ഓടി വന്ന് സംസാരിക്കുകയും ഇരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. പക്ഷേ ഇന്ന് വന്നപ്പം ദൈവം ആദം എന്ന് വിളിക്കുമ്പോൾ ആദം വരുന്നില്ല മുൻപിൽ. ദൈവത്തിനെല്ലാം അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ ദുഃഖം ചെറുതല്ല. ആദ്യ ദൈവം കരയുന്നത് ഈ സമയത്താണ്, എൻ്റെ പുത്രൻ എന്നിൽ നിന്ന് മാറിപ്പോയെന്ന് വിളിച്ച് ചോദിക്കുമ്പം ആദം പറയുന്നത് എന്തുവാ? ഇതുവരെ സ്നേഹമായിട്ടിരുന്ന ഹവ്വായോട് ദൈവത്തിൻ്റെ മുമ്പിൽ ആദം പറയുകയാണ്, നീ എനിക്ക് തന്ന ഈ ഹവ്വ, അവളാണ് എനിക്ക് പഴം തന്നത്, ഞാനത് കഴിച്ചുപോയി.
അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ തുടങ്ങിയത് നന്മ തിന്മയുടെ ഫലം കഴിച്ച ദിവസം തൊട്ടാണ്. പറുദീസ നഷ്ടപ്പെട്ടു, നമ്മൾ എന്നേക്കുമായിട്ട് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോയി. അത് വീണ്ടെടുക്കാൻ ഒരു പ്രായശ്ചിത്തം ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയക്കേണ്ടത്, രണ്ടാം ആദമായിട്ട്. അവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി എടുക്കാവുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ ഛായയിലും നിൻ്റെ സ്വരൂപത്തിലും നിൻ്റെ അറിവിലും ഞങ്ങളെ സൃഷ്ടിച്ചു വെച്ചു. എല്ലാം അടക്കി ഭരിക്കാൻ, മക്കളെന്ന പദവിയിൽ എന്നേക്കും ജീവിക്കാൻ വേണ്ടി നീ ഞങ്ങളെ ഉണ്ടാക്കി വെച്ചത്. എന്നാൽ ഞങ്ങൾ പാപം ചെയ്ത് പിശാചിന് അടിമകളായി തീർന്ന് ദൈവത്തിൽ നിൻ്റെ ആത്മാവിനെ ഇല്ലാതാക്കിയതോടുകൂടി ഞങ്ങൾക്ക് പറുദീസ നഷ്ടപ്പെട്ടു പോയി. ആ പറുദീസ നഷ്ടപ്പെട്ടതിൽ കർത്താവേ, ഞങ്ങൾക്ക് എന്നും ഇന്നും ഞങ്ങൾക്ക് ദുരിതമാണ്. ഈ ലോകത്തിലെ ജീവിതം ഭാരമായി മാറി, ജീവിതം ഒരു കഷ്ടപ്പാടായി മാറും. എന്നാൽ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അവിടുന്ന് ഒരു പ്രായശ്ചിത്തമായിട്ട് കർത്താവേ, രക്തം ഞങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് തരുന്നതായിട്ട് പഴയ നിയമത്തിൽ കാണുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപക്കറകളും കഴുകി മാറ്റി ഞങ്ങളെ വീണ്ടും സൃഷ്ടിക്കുക തന്നെ, പുതു സൃഷ്ടികളാക്കി, പുതിയൊരാത്മാവിൻ്റെ നിറവ് കൊണ്ട്, അത് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറപ്പിച്ച് കർത്താവെ ഞങ്ങളെ വീണ്ടും ജീവിപ്പിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ വലിയ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ അന്തരാത്മാവിനെ തുറക്കണമേ അപ്പച്ച. അനേക മക്കളുടെ ഹൃദയങ്ങളിൽ എങ്ങനെയാണ് ഇതെന്നുള്ള ചോദ്യം വരുമ്പോൾ സംശയിക്കാതെ കർത്താവെ, നീ പറയുന്നത് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് വിശ്വസിക്കുന്നവൻ കർത്താവെ സ്വർഗരാജ്യത്തിൽ കയറും. വിശ്വാസമാണ് ഞങ്ങളുടെ താക്കോൽ. ആ വിശ്വാസത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ച് നീ തന്ന വിശുദ്ധ രക്തവും പിടിച്ചുകൊണ്ട് നിന്നിലേക്ക് തിരിച്ച് കയറി വന്ന് നീ ആരെന്നും ഞങ്ങളാരെന്നും മനസ്സിലാക്കാനുള്ള ഒരു വലിയ കൃപ ഇതോടുകൂടി ഒഴുക്കി തരണമേ. അടിയൻ ഇറങ്ങി വരിക തന്നെയല്ല, ഞങ്ങളുടെ കൂടെ നിന്ന് ഈ വചനം പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്കൊരു പുതിയ ഐഡൻറ്റിറ്റി, ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് ജോഷുവ പറഞ്ഞതുപോലെ പറയാൻ ഞങ്ങളെ അനുവദിച്ചാട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.